ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസം കേട്ടോ. ഞങ്ങൾക്ക് കുഞ്ഞിന് 3 വയസ്സായി. അപ്പം ഇനി അംഗനവാടിയിൽ വിടാനായിട്ട് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കൊച്ചിനെ അംഗനവാടിയിൽ വിടാൻ പോവുകയാണ്. തൊട്ട് മുറ്റത്താണ് നമ്മുടെ അംഗനവാടി. ഇനി നമ്മൾ വിട്ട് കഴിയുമ്പോൾ എന്താ തിരിച്ചോടി പോരുവാണ് എന്താ ഒന്നും അറിയത്തില്ല. പിന്നെ പ്രത്യേകമായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ എപ്പോഴും ഉള്ളതുകൊണ്ട് തിരിഞ്ഞ് അങ്ങനെ പോയി നിൽക്കാനുള്ളൊരു ഇത് കുറവായിട്ട് തോന്നുന്നു. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചങ്ങ് വിടുവാണ് കേട്ടോ. അപ്പോൾ പുതിയ കുട വാങ്ങിച്ചു, വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു, പിന്നെ സ്കൂളിൽ പോകാൻ പുതിയ ഷൂ വാങ്ങി. പിന്നെ എന്നാ വാങ്ങിച്ചേ എല്ലാം കാണിച്ചു കൊടുക്കണം പറഞ്ഞേ. പിന്നെ കുഞ്ഞിന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട്, പിന്നെ ഇതാ സ്ലേറ്റ്, പെൻസില്, പിന്നെ ഡോറയുടെ ബാഗ്, ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് റെഡിയാക്കി നമുക്ക് വിടാം കേട്ടോ. അപ്പം കുറച്ച് ഭയങ്കര ത്രില്ലിലൊക്കെയാണ് ആള്. പോയി കളിക്കാം എന്നൊക്കെ പറഞ്ഞാണ് പോണത്. ഇനിയിപ്പം എങ്ങനെയാ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. ഇപ്പം സന്തോഷമായിട്ടൊക്കെയാണ് ഇവിടുന്ന് ഇപ്പം റെഡി ആവാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്താ നമ്മൾ പിന്നെ ഉടുപ്പൊക്കെ അങ്ങനെ ഇടിയിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി അപ്പയും അമ്മയും കൂടിയാണ് കുഞ്ഞിനെ കൊണ്ടുവന്നിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി സ്ലേറ്റും പെൻസിലൊക്കെ ഈ ബാഗിനകത്തേക്ക് എടുത്ത് വയ്ക്കാം. ഈ പെൻസിൽ അമ്മ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കല്ല് പെൻസിൽ അതിനകത്ത് സ്ലേറ്റിൽ. നമ്മൾ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഇതുപോലെ അംഗനവാടിയിലൊക്കെ പോയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. അംഗനവാടിയിലൊക്കെ പോകുന്ന സമയങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ തൂക്കി അങ്ങനെ ഇട്ട് പോകുന്നൊരു രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു അന്നേരമൊക്കെ സ്കൂളിൽ പോകാനായിട്ട്. ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാണ്, അവർക്ക് മടിച്ചികളായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് അവർക്കിഷ്ടം. പക്ഷേ അന്നൊക്കെ നമുക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ആയിട്ട് കളിക്കണം, കൂട്ടുകൂടണമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊക്കെ എല്ലാവരും ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതായിരിക്കുമല്ലോ. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നിപ്പം ആദ്യമായിട്ട് പോകുന്നതായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ കൊണ്ടുവന്ന് ആക്കി കുറച്ച് നേരം അവിടെ നിന്ന്, പിന്നെ നമുക്കിവിടെ ഇറയത്തിരുന്ന് ഫ്രണ്ടിൽ സീറ്റ് ഔട്ടിലിരുന്ന് നോക്കിയിരുന്നാൽ മതി എങ്ങനെയാണ് കരയുണ്ടോ എന്നൊക്കെ. കരച്ചിലൊക്കെ അവിടെ കേൾക്കാം. ഇനി ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ. പൗഡറൊന്നും ഇടുന്നത് കൊച്ചിന് ഇഷ്ടമല്ല. പൗഡറൊന്നും കക്ഷിക്ക് ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമല്ല. അപ്പോൾ പൗഡറൊന്നും ഇടുന്നില്ല, വേറെ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഇത് മാത്രം ഉടുപ്പ് ഇട്ടു, ഷൂ ഇട്ടു. പിന്നെ ഇനി ബാഗൊക്കെ അങ്ങ് എടുത്ത് ബാഗൊക്കെ കയറ്റി ഇട്ടോ. ബാഗൊക്കെ ഇട്ട് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ കുഞ്ഞിൻ്റെ ഒരു തോളത്ത്. ഇതിങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കുട വേണ്ടേ? എൻ്റെ കുഞ്ഞിന് കുട വേണ്ടേ? കുഞ്ഞിൻ്റെ ഇത് ചെണ്ട കേട്ടത്. കുഞ്ഞിന് പാട്ട് പാടുന്ന മൈക്ക് അതൊക്കെ. ഇനി എന്നാ കുടയും പിടിച്ചോ. നല്ല മഴയാണ്. നമ്മൾ പണ്ട് ജൂൺ 1-ാം തീയതിയൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ അത് സാരമില്ല. ഹലോ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ അംഗനവാടിയിൽ വിടാൻ പോവുകയാണ്. ആദ്യമായിട്ട് അംഗനവാടി പോവുകയാണ്. പ്രാർത്ഥിച്ച് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പോയി നല്ല കുട്ടിയായിട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ടാറ്റ പറഞ്ഞേ. പ്രാർത്ഥിക്കണമെന്ന് പറ. ഓക്കെ. നമ്മുടെ അംഗനവാടി ഇതാ തൊട്ടും കേട്ടോ. ഇവിടെ അതേ മുറ്റത്തുനിന്ന് അങ്ങ് ഇറങ്ങി ചെല്ലണം അംഗനവാടിയിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതാണ്. ഹലോ ചിന്തുട്ടി വന്നില്ലേ? അംഗനവാടി പോവുന്നേ പെണ്ണ്. പറഞ്ഞിട്ടില്ലേ നോക്കിയത് അംഗനവാടി ഇതാ മുറ്റത്തുനിന്ന് ഇറങ്ങിയത് ഇതാട്ടോ.